ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മാഷാ അല്ലാ, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് 40 ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ 40 കുളിക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങും ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി വന്നിട്ട് നമ്മൾ ഉപ്പാനെ ആദ്യം കാണും, എന്നിട്ട് ഉപ്പാക്ക് സലാം പറഞ്ഞിട്ട് മധുരം കൊടുക്കും. മധുരം കൊടുക്കുക എന്ന് വെച്ചാൽ തേങ്ങ, ശർക്കര, ഈത്തപ്പഴം ഇതൊക്കെ മുറിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലാക്കി തരും. അപ്പോൾ അത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ കൊടുക്കുക. പിന്നെ ഒരാളെ പറ്റി പറയാൻ മറന്നുപോയി. ഇതാണ് റസിയാത്ത. ഇവരാണ് ഇത്രയും ദിവസം എന്നെ കുളിപ്പിക്കാൻ വന്നിരുന്നത്. പുറത്ത് അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ഇതാണ് ഞങ്ങളെ 40ൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറല്ലേ? ഇത് ഇട്ടിട്ടുള്ള കോലമാണ് ഇങ്ങനെ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കുഞ്ഞുവിന് പിന്നെ ഡ്രസ്സ് ചെയ്യിക്കാൻ എല്ലാവരും ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ വന്നോർക്കും പിന്നെ നമ്മളെന്തെങ്കിലും മധുരം കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് മിഠായിയൊക്കെ കൊടുത്ത് നമ്മൾ അവരൊന്ന് ഹാപ്പിയാക്കി. പിന്നെ എല്ലാ നാട്ടിലും ഇങ്ങനെയൊന്നുമല്ല, പലയിടത്തും പല രീതിയിലാണ് ഈ പരിപാടി സെലിബ്രേറ്റ് ചെയ്യൽ. ചിലരിത് ഭയങ്കര ഗ്രാൻഡാക്കും, ചിലർ അത്ര വലിയ ഗ്രാൻഡാക്കൂല. പക്ഷെ എനിക്കിത് ഇങ്ങനെ എല്ലാവരും വിളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പ്രോഗ്രാമിന് ഇങ്ങനെ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് സെറ്റാവണത്. പുറത്തു പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ രണ്ടാളും കൂടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, മഴ ചതിച്ചു ഗായ്സ്. അപ്പോൾ അതിനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് വിളമ്പി. കാര്യം അങ്ങോട്ട് പോകണം, കുട്ടീൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച്, കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ചരടൊക്കെ കെട്ടിക്കൊടുത്ത്. പിന്നെ എൻ്റെ മൂത്ത ആളെ പോലെയല്ല, ആൾ കുറച്ച് സൈലൻ്റാണ്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. വള ഇടുമ്പോൾ മാത്രമേ ഓൾ കുറച്ചൊന്ന് കരഞ്ഞ് അലമ്പാക്കി. കൈ നിറച്ച് വള ഇടണം എന്നുള്ള എൻ്റെ പ്ലാന് അതുകൊണ്ട് ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പം ഇനി നേരെ വൈകണ്ട, കുട്ടീനെ അവിടെ നിന്ന് കയറ്റിയിട്ടൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം എന്നാലേ എനിക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. എൻ്റെ മെയിൻ പ്ലാൻ അതാണ്. അത് നടക്കണമെങ്കിൽ ആദ്യം ഇത് നടക്കണം. ഇവിടുന്ന് പോകുമ്പോൾ മഴ ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെ എത്താനായപ്പോൾ ഭയങ്കര മഴ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ദുവ ഭയങ്കര അലമ്പ്. എവിടെയും നിൽക്കണമില്ല, എവിടെയും ഇരിക്കണമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു കളി. അങ്ങനെ പിന്നെ വീടെത്തി. മാഷാ അല്ലാ, കുട്ടീനെ വീട്ടിൽ കയറ്റി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി വരുമ്പോൾ കുറച്ച് സമയം നേരെ വൈകി. പിന്നെ ഫുഡ് അവിടുന്ന് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ സൂഫി മന്തി പോയിട്ട് ഫുഡ് കഴിച്ചില്ല. കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്ത്, കാരണം കഴിക്കാൻ നിൽക്കുമ്പോഴത്തേന് സമയം ഉണ്ടാവില്ലല്ലോ. ഓർഡർ ചെയ്ത സമയം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ പോയിട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം വാങ്ങി കഴിച്ച്. ദൂരെയാണെങ്കിൽ അവിടെ ഒക്കെ ഓടി കളിക്കുക. അപ്പോൾ സാധനം കിട്ടിയിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു, കാരണം ഒരുപാട് നേരം വൈകിയ. വീട്ടിൽ നിന്നും കാർട്ടൂണും കാറിലും കാർട്ടൂണും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 40ൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ 40ൻ്റെ ഫോട്ടോസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഡ്രസ് കോഡ് എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.